ശ്രീ CK രവിശങ്കർ, വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ വോട്ടുകൾ ചിതറിയാൽ ഒരുപക്ഷെ അത് UDF-ലേക്ക് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി UDF നടത്തുന്നുണ്ട്. അവിടെയാണ് BJP എത്രത്തോളം നിർണായക ശക്തിയായി കേരളത്തിൽ മാറിക്കഴിഞ്ഞു എന്നുള്ള സർവേ ഫലങ്ങൾ കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം എത്രത്തോളം കടുത്ത പ്രതിരോധത്തിലാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അതുമാത്രമല്ല, നമുക്കറിയാം ശബരിമല വിഷയം പോലെയുള്ളവ ഒരു സമുദായത്തെ ഏതു രീതിയിലാണ് CPM-ൽ നിന്ന് അകറ്റിയത് എന്നുള്ളതും കണ്ടതാണ്. അത്തരത്തിൽ ചിതറുന്ന വോട്ടുകൾ എങ്ങോട്ടേക്ക് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇടതുപക്ഷം ഈ വിഷയത്തിൽ എത്രത്തോളം ശുഭപ്രതീക്ഷ വയ്ക്കുന്നു? ഇനി കേവലം ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. മുമ്പ് സംസാരിച്ച രണ്ട് പ്രതിനിധികളും സംസാരിച്ചതൊന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒന്ന് രണ്ട് വാചകങ്ങൾ മാത്രമാണ് അവസാനം സംസാരിച്ച അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കേട്ടത്. അദ്ദേഹം വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പറഞ്ഞു. പത്തനംതിട്ടയിലെയും പിന്നെ കോട്ടയത്തെ പുതുപ്പള്ളിയിലെയും കാര്യം പറയുന്നതാണ് ഞാൻ കേട്ടത്. എന്താ സാർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശദമായി കേട്ടില്ല. അതുകൊണ്ട് എന്താണ് പറഞ്ഞത് എന്നതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കേരളത്തിലെ ഇപ്പൊ എക്സിറ്റ് പോളുകളിൽ UDF-ന് മുൻതൂക്കമുണ്ട് എന്നാണ് ഇവരുടെ ചില പറയുന്നത്. അങ്ങനെ ചില സൂചിപ്പിക്കുന്നുണ്ട് ആ കാര്യത്തിലൊന്നും. പക്ഷെ അവരാരും ഒരു 75 സീറ്റ് അല്ലെ കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് ഈ UDF-ന് മുൻതൂക്കം കിട്ടും എന്ന നിലയിലുള്ള പ്രവചനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ആകെ ഏതോ ഒരു എക്സിറ്റ് പോൾ ഏജൻസി മാത്രമാണ് അത്തരത്തിലുള്ള 80-ൽ മേലൊരു സീറ്റ് കിട്ടും എന്ന ഒരു കാര്യം പറഞ്ഞു. ബാക്കി എല്ലാവരും ഏതാണ്ട് 65-നും 75-നും ഇടയ്ക്കൊക്കെ സീറ്റ് കിട്ടി ജയിക്കാൻ സാധ്യതയുണ്ട്. ഇതേ താരീഖിൽ തന്നെ LDF-നെയും പറയുന്നുണ്ട്. BJP-ക്ക് 0 മുതൽ 3 വരെ പറയുന്നവരുണ്ട്, 0 മുതൽ 5 വരെ പറയുന്നുണ്ട്. ഒരു സീറ്റ് മാത്രമേ കിട്ടൂ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. എന്ത് ഭരണവിരുദ്ധ വികാരമാണ്? കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിമാരെ കുറിച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിജിലൻസിന്റെ എന്തെങ്കിലും ഒരു കേസ് അന്വേഷണം? അപ്പൊ കേരളത്തിലെ മന്ത്രിമാരെ സംബന്ധിച്ച് വളരെ കൃത്യമായ ചിത്രമുണ്ട്. അവരാരും അഴിമതിക്കാരല്ല. ഇത് വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 10 വർഷമായി UDF ഗവൺമെന്റിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഞങ്ങൾക്ക് എക്സിറ്റ് പോളുകളെക്കാൾ കൂടുതൽ കേരളത്തിലെ ജനങ്ങളെയാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി പറഞ്ഞത്, എക്സിറ്റ് പോൾ പലതും പറയും, പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെടുന്ന പല സ്ഥലത്തൊക്കെ ജയിക്കും. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി NDA മുന്നണിക്ക് ഏതാണ്ട് 3/2 ഭൂരിപക്ഷം ലഭിക്കും, 400-ന് സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞ എക്സിറ്റ് പോളുകളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ കേവല ഭൂരിപക്ഷം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. 240 സീറ്റിലേക്ക് നിൽക്കേണ്ടി വരും. അപ്പൊ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കൃത്യമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു 3ാം തവണ കൂടി അവസരം കേരളത്തിലെ ജനങ്ങൾ തരും. കാരണം കേരളത്തിലെ ജനങ്ങളെ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങളെ വളരെ കൃത്യമായി അവരോടൊപ്പം നിന്ന് പോയ ഒരു ഗവൺമെന്റാണ്. അവരുടെ കാര്യം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസ് നേതാവ് പറഞ്ഞു എന്തൊക്കെ വലിയ സമരം നടത്തി. എന്ത് സമരം? എന്തിനെതിരെയുള്ള സമരമാണ്? സമരത്തിന് വേണ്ടി സമരങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഗവൺമെന്റിനെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് എന്ത് സമരമാണ് ഇവർക്ക് നടത്താൻ കഴിഞ്ഞത്? മുൻപുണ്ടായിരുന്നുള്ള ഏതെങ്കിലും അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സമരങ്ങളെ ഒന്നുമായി താരതമ്യം ചെയ്ത് നോക്കും. അവരുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള സമരങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കും. ഈ 10 വർഷക്കാലത്തിലേക്ക് ഇവർക്ക് എന്ത് സമരം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അഴിമതിക്കെതിരെ സമരം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിനെതിരെ അവർക്ക് സമരം ചെയ്യാൻ കഴിഞ്ഞു. ഇവർ എന്തിന്റെ ആഭ്യന്തര രംഗത്ത് എന്തെങ്കിലും വലിയ അപകടം സംഭവിച്ചു, എന്തെങ്കിലും 1-2 കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ട് ചില കശപിശകൾ സമരത്തിന് വേണ്ടി സമരം ഉണ്ടാകും. അതൊരു വഴിപാട് പോലുള്ള സമരം. അപ്പൊ ഈ പറയപ്പെടുന്ന അബീദ് വർക്കിയൊക്കെ ഏതാണ്ട് വലിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോലുള്ള പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ചർച്ചയൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല സമരമൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നത്. ആ ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ സമരം അവർ നടത്തിയത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഏതെങ്കിലും ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവർക്ക് പൂർണ്ണമായി തെളിയിക്കാൻ കഴിയും. ഒരു കോടതിയിൽ ഇവർ കൊടുത്തിട്ടുള്ള കേസ്, ആ കേസ് കോടതി കൃത്യമായി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് പലപ്പോഴും VD സതീശൻ അദ്ദേഹത്തിനടക്കം ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടികളാണ് നേരിട്ടിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം കേരളത്തിലെ സാധാരണക്കാരായും ഇടത്തരക്കാരായും കർഷകർക്കും കർഷക തൊഴിലാളികൾ അടക്കമുള്ള കേരളത്തിലെ ഭൂരിപക്ഷം ജനം ഒരു കാര്യം പറഞ്ഞു നിർത്തുന്നു.
ഇവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇവർ പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷ ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ ഭൂഷണമാണ്. കേരളത്തിൽ ഭൂഷണമാണ് അത്തരം കാര്യങ്ങൾ. ഇവർ വടകരയിൽ മത്സരിച്ച ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കാട്ടിയ അതേ നാണയത്തിൽ കേരളത്തിലെ ഇസ്ലാം വർഗീയതയെ അതിനെ പ്രലോഭിപ്പിച്ച് ഞങ്ങൾക്ക് ജയിക്കാം എന്ന് കരുതിയിട്ടാണ് ഇവർ ഇതൊക്കെ പറയുന്നത്. അത് ശരിയായൊരു പാതയാണ് എന്ന് ബഹുമാനപ്പെട്ട ആങ്കർക്ക് തോന്നുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ശിഥിലീകരിക്കപ്പെടുന്ന, നമ്മുടെ നാടിനെ ഛിന്നഭിന്നമാക്കാൻ പോകുന്ന ഒരു സംവിധാനമല്ലേ? ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളുമായി ഇവരുണ്ടാക്കിയിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്താണ് ഇവരുടെ ഇത്രയും വലിയ കോൺഫിഡൻസ്. ഇത് ശരിയുടെ പാതയിലേക്കാണ് പോകുന്നത്.